ഹായ് ഓൾ ഇൻവെസ്റ്റ് കേരളയുടെ ടുഡേയ്സ് മാർക്കറ്റ് ആൻഡ് ടുമോറോസ് ഔട്ട്ലുക്കിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്ന് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് മൂവ്മെന്റ് ആയിരുന്നു ദൃശ്യമായത്. അതിനുള്ള പ്രധാന കാരണം ഇന്ന് പല ഗ്ലോബൽ മാർക്കറ്റുകളും അപ് ട്രെൻഡിലേക്ക് തന്നെയായിരുന്നു മൂവ് ചെയ്തത്. അതുപോലെ റഷ്യയുടെ COVID-19 വാക്സിനും മാർക്കറ്റിനെ അപ് മൂവിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ ചില സെക്ടറുകളിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിട്ടുണ്ട്. ഫാർമ സെക്ടറിലും IT സെക്ടറിലുമാണിത്. ഫാർമ സെക്ടറിൽ കോവിഡ് വാക്സിൻ വന്നെന്ന ന്യൂസിന്റെ ഫലത്തിലാണ് പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നതെങ്കിൽ IT സ്റ്റോക്കുകളിൽ ഒരു പ്രഷർ ദൃശ്യമായത് US മാർക്കറ്റിൽ ഇന്നലെ പല IT കമ്പനികളിലും ഒരു പ്രഷർ ദൃശ്യമായിരുന്നു. അത് ഇന്ന് ഇന്ത്യൻ സ്റ്റോക്കുകളിലും പ്രതിഫലിക്കുകയായിരുന്നു. ഇന്ന് നിഫ്റ്റി 50 ഏകദേശം 52 പോയിന്റോളം അപ്പായി 11,322 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ 9 പോയിന്റോളം അപ്പായി 7,630 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ബാങ്ക് 326 പോയിന്റോളം അപ്പായി 22,227 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി എനർജി 72 പോയിന്റോളം അപ്പായി 15,588 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഫിൻ സർവീസ് 116 പോയിന്റോളം അപ്പായി 11,030 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി FMCG 146 പോയിന്റോളം അപ്പായി 31,767 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി IT 102 പോയിന്റോളം ഡൗൺ ആയി 18,057 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മെറ്റൽ 38 പോയിന്റോളം അപ്പായി 2,370 പോയിന്റിലും നിഫ്റ്റി ഫാമ 169 പോയിന്റോളം ഡൗൺ ആയി 11,772 പോയിന്റിലുമാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 50ലെ ടോപ്പ് ഗെയിനേഴ്സ് സീൽ, JSW സ്റ്റീൽ, ആക്സിസ് ബാങ്ക്, BPCL അതുപോലെ ഇൻഡസ്ഇൻഡ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു. ടോപ്പ് ലൂസേഴ്സ് എന്ന് പറയുന്നത് ശ്രീ സിമന്റ്, ടൈറ്റൻ, UPL, സിപ്ല അതുപോലെ ഡോക്ടർ റെഡ്ഡീസ് തുടങ്ങിയ സ്റ്റോക്കുകളിലായിരുന്നു ഒരു പ്രഷർ ദൃശ്യമായത്. ഇന്ന് സെൻസെക്സ് 224 പോയിന്റോളം അപ്പായി 38,407 പോയിന്റിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. സെൻസെക്സിലെ ടോപ്പ് ഗെയിനേഴ്സ് എന്ന് പറയുന്നത് ആക്സിസ് ബാങ്ക്, IDFC ബാങ്ക്, ITC, HDFC ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു. ടോപ്പ് ലൂസേഴ്സ് എന്ന് പറയുന്നത് അൾട്രാടെക് സിമന്റ്, TCS, പവർ ഗ്രിഡ്, ഇൻഫോസിസ് അതുപോലെ സൺഫാർമ തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു. ഇന്റർ ഗ്ലോബൽ ഏവിയേഷൻ അഥവാ ഇൻഡിഗോ ഷെയറുകളിൽ ഇന്നൊരു പ്രഷർ ദൃശ്യമായിരുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ ബോർഡ് ഫണ്ട് റൈസ് ചെയ്യാൻ അപ്രൂവൽ നൽകിയിട്ടുണ്ട്. ഏകദേശം 4,000 കോടി രൂപയോളമാണ് അവർ റൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. QIP വഴിയാണ് റൈസിംഗ്. അതായിരുന്നു ഈ സെക്ടറിൽ ഇന്നൊരു പ്രഷർ നേരിടാനുള്ള പ്രധാന കാരണം. ടൈറ്റൻ സ്റ്റോക്കുകളിൽ ഇന്നൊരു പ്രഷർ ദൃശ്യമായിരുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് തന്നെയായിരുന്നു. വീക്ക് റിസൾട്ടാണ് അവർ റിപ്പോർട്ട് ചെയ്തത്. ലോസ് ആണ് ഈ ക്വാർട്ടറിൽ അവർ റിപ്പോർട്ട് ചെയ്തത്. ഇത് നെഗറ്റീവ് എഫക്റ്റ് ആണ് ഈ സ്റ്റോക്കിൽ ഇന്ന് സൃഷ്ടിച്ചത്. അതുകൊണ്ടായിരുന്നു ഈ സ്റ്റോക്കിൽ ഇന്നൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായത്. മോർണിംഗ് സെഷനിൽ കോട്ടക് മഹീന്ദ്ര ഷെയറുകളിൽ ഒരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അതായത് RBI ഗൈഡ് ലൈൻ പ്രകാരം പ്രൊമോട്ടേഴ്സിന്റെ ഹോൾഡിംഗ് അവർ കുറച്ചിട്ടുണ്ട്. പുതിയ പ്രൊമോട്ടർ ഹോൾഡിംഗ് പ്രകാരം ഉദയ് കോട്ടക്കിന്റെ സ്റ്റേക്ക് 25.82% ആക്കി കുറച്ചിട്ടുണ്ട്. ഇത് റിലേറ്റഡ് ആയ ഇഷ്യൂസ് ഇതോടെ സോൾവ് ആയിട്ടുണ്ട്. അതായിരുന്നു ഈ സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവിന് ഇടയാക്കിയത്. മദർസൺ സൂമി ഷെയറുകളിൽ ഇന്നൊരു പ്രഷർ ദൃശ്യമായിരുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് തന്നെയായിരുന്നു. നെറ്റ് ലോസ് ആണ് ഈ ക്വാർട്ടറിൽ അവർ റിപ്പോർട്ട് ചെയ്തത്. ഏകദേശം 1,191 കോടിയോളം ലോസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. റവന്യൂവിലും ഒരു ഡിക്ലൈൻ സംഭവിച്ചിട്ടുണ്ട്. ഏകദേശം 49% റിഡക്ഷൻ ആണ് സംഭവിച്ചത്. അതായിരുന്നു ഈ സ്റ്റോക്കിൽ ഇന്നൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായത്. ശ്രീ സിമന്റ് സ്റ്റോക്കിൽ ഇന്നൊരു പ്രഷർ നേരിട്ടിരുന്നു. സ്റ്റോക്ക് ഡൗണിലേക്കാണ് മൂവ് ചെയ്തത്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ വീക്ക് റിസൾട്ട് തന്നെയായിരുന്നു. പ്രോഫിറ്റിലും റവന്യൂവിലും ഒരു റിഡക്ഷനാണ് റിപ്പോർട്ട് ചെയ്തത്. അതായിരുന്നു സ്റ്റോക്ക് ഇന്ന് കറക്റ്റ് ചെയ്തതിന്റെ പ്രധാന കാരണം. ഇൻഡിഗോ റെമഡി ഷെയറുകളിൽ ഇന്നൊരു അപ്മൂവാണ് ദൃശ്യമായത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരുന്നു. നെറ്റ് പ്രോഫിറ്റിലും റവന്യൂവിലും ഒരു ഇൻക്രീസ് സംഭവിച്ചിട്ടുണ്ട്. അത് ഈ സ്റ്റോക്കിനെ ഇന്ന് പോസിറ്റീവിലേക്കാണ് എത്തിച്ചത്. ബാങ്ക് ഓഫ് ബറോഡ ഷെയറുകളിൽ ഇന്നൊരു ഡൗൺ ട്രെൻഡ് ആണ് ദൃശ്യമായത്. അതിന്റെ റീസൺ എന്നത് അവരുടെ വീക്ക് Q1 ഏർണിംഗ്സ് തന്നെയായിരുന്നു. ലോസ് ആയിരുന്നു ഈ ക്വാർട്ടറിൽ അവർ റിപ്പോർട്ട് ചെയ്തത്. അതായിരുന്നു ഈ സ്റ്റോക്കിൽ ഇന്നൊരു ഡൗൺ ട്രെൻഡ് കണ്ടത്. ABB ഇന്ത്യ ഷെയറുകളിൽ ഒരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവർ ഒരു ഇമാർട്ട് ലോഞ്ച് ചെയ്തിരുന്നു. അതായത് ഓൺലൈൻ മാർക്കറ്റ് പോർട്ടലാണത്. ഏകദേശം 6,000ഓളം പ്രോഡക്റ്റുകൾ അതിലൂടെ സെൽ ചെയ്യുന്നുണ്ട്. അതിന് ഈ സ്റ്റോക്കിനെ പോസിറ്റീവായാണ് എഫക്റ്റ് ചെയ്തത്. മംഗളം ഡ്രഗ് ഷെയറുകളിൽ ഇന്നൊരു അപ് ട്രെൻഡ് ദൃശ്യമായിരുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് ആയിരുന്നു. പ്രോഫിറ്റിലും റവന്യൂവിലും ഒരു വർധനവാണ് റിപ്പോർട്ട് ചെയ്തത്. അതായിരുന്നു ഈ സ്റ്റോക്കിനെ ഇന്നൊരു അപ് ട്രെൻഡിലേക്ക് എത്തിച്ചത്. സെറ സാനിറ്ററി ഷെയറുകളിൽ ഇന്നൊരു അപ് ട്രെൻഡ് ദൃശ്യമായിരുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ക്രിസിലിന്റെ റേറ്റിംഗ് ആയിരുന്നു. അതായിരുന്നു ഈ സ്റ്റോക്കിനെ ഇന്ന് പോസിറ്റീവായി എഫക്റ്റ് ചെയ്തത്.
BPCL ഷെയറുകളിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ സബ്സിഡറി ആയ NRL റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. അതായത് NRLൻ്റെ റിഫൈനറി ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി അവർ ക്യാപിറ്റൽ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടെന്നൊരു ന്യൂസ് വന്നിരുന്നു. അതായിരുന്നു ഈ സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവിന് ഇടയാക്കിയത്. BLS ഇന്റർനാഷണൽ ഷെയറുകളിൽ ഒരു അപ് ട്രെൻഡ് ദൃശ്യമായിരുന്നു. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവർ ഈജിപ്ത് ഗവൺമെന്റുമായി ഒരു സ്ട്രാറ്റജിക് അലൈൻമെന്റിൽ എത്തിയിട്ടുണ്ട്. അത് ഈ സ്റ്റോക്കിന് ഇന്ന് പോസിറ്റീവായാണ് എഫക്റ്റ് ചെയ്തത്. ICICI ലംബാർഡ് ഷെയറുകളിൽ ഇന്നൊരു പ്രഷർ നേരിട്ടിരുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അവരും ഭാരതി ആക്സ ജനറൽ ഇൻഷുറൻസ് കമ്പനിയും ഒരു മർജറിന്റെ ടോക്കിലാണെന്നൊരു ന്യൂസ് ഉണ്ട്. പക്ഷേ അതിന്ന് മാർക്കറ്റ് നെഗറ്റീവായാണ് എടുത്തത്. അതായിരുന്നു ഈ സ്റ്റോക്കിൽ ഇന്നൊരു പ്രഷർ നേരിട്ടത്. ക്വിക്ക് ഹീൽ ടെക്നോളജി സ്റ്റോക്കുകളിൽ ഇന്നൊരു അപ്മൂവ് വിസിബിൾ ആയിരുന്നു. അതിന്റെ മേജർ റീസൺ എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് തന്നെയായിരുന്നു. പ്രോഫിറ്റിലും റവന്യൂവിലും ഒരു വർധനവാണ് റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ടായിരുന്നു ഈ സ്റ്റോക്ക് ഇന്ന് ഏകദേശം 10% അപ്പിലേക്ക് മൂവ് ചെയ്തത്. വിന്ധ്യ ടെലിലിങ്ക് ഷെയറുകളിൽ ഇന്നൊരു ഡൗൺ ട്രെൻഡ് ദൃശ്യമായിരുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് തന്നെയായിരുന്നു. പ്രോഫിറ്റിലും റവന്യൂവിലും ഒരു റിഡക്ഷനാണ് റിപ്പോർട്ട് ചെയ്തത്. അതായിരുന്നു ഈ സ്റ്റോക്കിൽ ഇന്നൊരു നെഗറ്റീവായി എഫക്റ്റ് ചെയ്തത്. KEC ഇന്റർനാഷണൽ ഷെയറുകളിൽ ഒരു അപ് ട്രെൻഡ് വിസിബിൾ ആയിരുന്നു. അതിന്റെ മേജർ റീസൺ എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് തന്നെയായിരുന്നു. പ്രോഫിറ്റ് 70 കോടിയാണ് റിപ്പോർട്ട് ചെയ്തത്. പ്രീവിയസ് മന്തുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു റിഡക്ഷനാണ് സംഭവിച്ചത്. പക്ഷേ മാർക്കറ്റ് പ്രതീക്ഷിച്ച അത്ര ബാഡ് റിസൾട്ട് ആയിരുന്നില്ല അവർ പുറത്തുവിട്ടത്. അതായിരുന്നു ഈ സ്റ്റോക്കിന് ഇന്ന് പോസിറ്റീവായി എഫക്റ്റ് ചെയ്തത്. സിംഫണി ഷെയറിൽ ഇന്നൊരു പ്രഷർ ദൃശ്യമായിരുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് തന്നെയായിരുന്നു. നെറ്റ് പ്രോഫിറ്റിൽ ഏകദേശം 93% ഒരു റിഡക്ഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുപോലെ റവന്യൂവിൽ ഏകദേശം 47% ഒരു റിഡക്ഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് ഈ സ്റ്റോക്കിനെ ഇന്ന് നെഗറ്റീവായാണ് എഫക്റ്റ് ചെയ്തത്. സുന്ദരം ഫൈനാൻസ് ഷെയറുകളിൽ ഇന്നൊരു അപ് ട്രെൻഡാണ് ദൃശ്യമായത്. അതിന്റെ മേജർ റീസൺ എന്ന് പറയുന്നത് അവരൊരു ഗുഡ് റിസൾട്ടാണ് പബ്ലിഷ് ചെയ്തത്. റവന്യൂവിൽ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ട്. അതായിരുന്നു ഈ സ്റ്റോക്കിനെ ഇന്ന് പോസിറ്റീവായി എഫക്റ്റ് ചെയ്തത്. JSW സ്റ്റീലിൽ ഒരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ സ്റ്റീൽ പർച്ചേസ് 50% ജൂലൈയിൽ ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ മന്തുമായി കമ്പയർ ചെയ്യുമ്പോൾ. അതിന് ഈ സ്റ്റോക്കിനെ പോസിറ്റീവായാണ് എഫക്റ്റ് ചെയ്തത്. അതുപോലെ കഴിഞ്ഞ മന്തുമായി കമ്പയർ ചെയ്യുമ്പോൾ യൂട്ടിലൈസേഷൻ 83% ഈ മന്തിൽ റിപ്പോർട്ട് ചെയ്തത്. ലാസ്റ്റ് മന്ത് അത് 76% ആയിരുന്നു. സെൻട്രൽ ബാങ്ക് ഷെയറുകളിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് തന്നെയായിരുന്നു. പ്രോഫിറ്റിൽ ഏകദേശം 14% ഒരു വർധനവാണ് റിപ്പോർട്ട് ചെയ്തത്. ഗ്രോസ് NPAയിലും നെറ്റ് NPAയിലും ഒരു റിഡക്ഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുപോലെ NIA 19.81% ഒരു വർധനവ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായിരുന്നു ഈ സ്റ്റോക്കിനെ ഇന്ന് പോസിറ്റീവായി എഫക്റ്റ് ചെയ്തത്. ഇനി നമുക്ക് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിലെ നാളത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെക്ക് ചെയ്യാം.